പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 13 വെള്ളി. പ്രധാന വാർത്തകൾ. ഒമാനിൽ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം വരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായി മഴ ലഭിക്കും. മൊസന്തം ഗവർണറേറ്റിന്റെയും തീരങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒമാന്റെ ഭൂരിഭാഗം തീരങ്ങളിലും ഉയർന്ന തിരമാലകൾ ഉണ്ടാകും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിക്കാറ്റും താപനിലയിൽ വലിയ കുറവും ഉണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നു. കടൽ വഴി ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2100-ലധികം കാട്ടുമയക്കുമരുന്ന് പൊതികളുമായി അറബ് പൗരത്വമുള്ള പ്രതികളെ ദോഫാർ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് ഗാർഡ് ആണ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് ചത്ത് കരയ്ക്കടിഞ്ഞ കൂറ്റൻ തിമിംഗലത്തെ സംസ്കരിച്ചു. ബർക്കയിലെ അൽസവാദി തീരത്തായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തിമിംഗലം കരയ്ക്കണയുന്നത്. 15 മീറ്ററിലധികം നീളമുള്ള തിമിംഗലത്തിന് രോഗബാധയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതേസമയം തിമിംഗലം ചത്തത് സ്വാഭാവിക കാരണങ്ങളാലാണെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കൃത്യമായ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. നിലവിൽ സുൽത്താൻ കാബൂസ് സർവകലാശാലയിലെ ലബോറട്ടറികളിൽ സാമ്പിളുകൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു സംഘം 55 മണിക്കൂർ തുടർച്ചയായി അശ്രാന്ത പരിശ്രമം നടത്തിയാണ് പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും പൂർത്തിയാക്കിയത്. തിമിംഗലത്തെ ശരിയായി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഒമാൻ കടലിലെയും അറബിക്കടലിലെയും ആഴത്തിലുള്ള വെള്ളത്തിൽ വസിക്കുന്ന ഇത്തരത്തിലുള്ള തിമിംഗലത്തിന് സാധാരണ 18 മീറ്റർ വരെ നീളവും 57,000 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. വ്യക്തിഗത ആദായ നികുതി നിയമം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ ഒമാൻ. നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു. സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷൈഖ് അബ്ദുൽ മാലിക് അബ്ദുള്ള അൽ ഖലീലിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. വ്യക്തിഗത നികുതി നിയമത്തിന്റെ കരട് രേഖയിൽ വ്യക്തിഗത ആദായ നികുതി നിരക്ക് 15% നിന്ന് 5% കുറയ്ക്കുന്നതിനും അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്തു. നികുതി നടപ്പാക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഗുണപരവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ കരട് നിയമം പഠിക്കാനും സ്റ്റേറ്റ് കൗൺസിലിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി തീരുമാനിച്ചു. വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സമൂഹത്തിലെ വിഭാഗങ്ങൾക്കിടയിൽ സമ്പദ് പുനർവിതരണം ചെയ്യുവാനുമാണ് നിയമം നടപ്പിലാക്കുന്നതിലൂടെ ശ്രമിക്കുന്നതെന്ന് യോഗത്തിൽ സാമ്പത്തിക ധനകാര്യ സമിതി പറഞ്ഞു. സാമൂഹിക സംരക്ഷണ സംവിധാനത്തിന് ധനസഹായം നൽകാനും കമ്പനികൾക്കും സംരംഭങ്ങൾക്കും മേലുള്ള ആദായ നികുതി വെട്ടിപ്പിനെ ചെറുക്കാനുമുള്ള ഗവൺമെന്റിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനും നിയമം ശ്രമിക്കുന്നുണ്ടെന്നും കമ്മിറ്റി കൂട്ടിച്ചേർത്തു. കരട് നിയമം അനുസരിച്ച് 2,500 റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ആദായ നികുതി ബാധകമാകും. ഉയർന്ന വരുമാനക്കാർക്കുള്ള വ്യക്തിഗത ആദായ നികുതി നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അവസാന ഘട്ടത്തിലെന്ന് നേരത്തെ മജ്ലിസ് ഷൂറ ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. ആദായ നികുതി സംബന്ധിച്ച കരട് നിയമത്തിലെ 29-ൽ അധികം ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തിയാകും നിയമം കൊണ്ടുവരിക. എണ്ണ ഇതര മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് അധിക സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യക്തിഗത ആദായ നികുതി പ്രാബല്യത്തിൽ വന്നാൽ ഈ നിയമം നടപ്പാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. മലയാളികൾ അടക്കമുള്ള സർക്കാർ സ്വകാര്യ മേഖലയിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ നികുതിയുടെ പരിധിയിൽ വരും. അതേസമയം വ്യക്തിഗത ആദായ നികുതി വൈകുമെന്ന സ്റ്റേറ്റ് കൗൺസിൽ ചർച്ചകൾ ആശ്വാസം നൽകുന്നതാണ്. ഗൾഫ് കപ്പ് 2020 കിരീടം നിലനിർത്താൻ ഒമാൻ UAE-യിലേക്ക് പറന്ന് ചെമ്പട. ഇന്ന് മുതൽ 21 വരെ ദുബൈയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ എന്നീ 6 ടീമുകൾ ആണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. നാളെ ആതിഥേയരായ UAE-ക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. തുടർന്ന് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ
എന്നിവയ്ക്കെതിരെയാണ് മറ്റ് മത്സരങ്ങൾ. ഡിസംബർ 21 ഫൈനൽ നടക്കും. ആദ്യഘട്ട മത്സരങ്ങൾ ACC അക്കാദമി ഗ്രൗണ്ടിലാണ് നടക്കുക. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആകും ഫൈനൽ അരങ്ങേറുക. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ഗൾഫ് കപ്പിൽ UAE പരാജയപ്പെടുത്തിയാണ് ഒമാൻ കിരീടത്തിൽ മുത്തമിട്ടത്. ഗൾഫ് കപ്പ് 2020 മേഖലയിലെ ക്രിക്കറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കായിക രംഗത്ത് വളരാനുമുള്ള മികച്ച വേദിയാണ്. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീം വീണ്ടും കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഒമാന്റെ മാനത്ത് ഇന്നും നാളെയും ഉൽക്കാവർഷം കാണാം. ജെമിനിറ്റ് ഉൽക്കാവർഷം ഇന്ന് അർദ്ധരാത്രിയും നാളെ പുലർച്ചെയും ദൃശ്യമാകുമെന്നും നിരീക്ഷണത്തിന് സൗകര്യമൊരുക്കിയതായും അധികൃതർ അറിയിച്ചു. എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്ന ഈ ഉൽക്കാമഴയാണിതെന്നും ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റി അംഗം റയാൻ ബിൻത് സയീദ് അൽ റുവൈഷിദിയെ ഉദ്ധരിച്ച് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും പൂർണ്ണചന്ദ്രൻ കാരണം ഈ വർഷത്തെ ഇവന്റ് വെല്ലുവിളിയായി മാറിയേക്കാം. സെക്കൻഡിൽ 35 കിലോമീറ്റർ വേഗതയിൽ ധാരാളം ജെമിനിറ്റ് ഉൽക്കകൾ വർഷിക്കും. ഉൽക്കകൾ കണ്ടെത്താനും കണ്ണുകൾക്ക് ഇരുട്ടിനോട് പൊരുത്തപ്പെടാനും കണ്ണുകൾക്ക് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നൽകേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉൽക്കകൾ അർദ്ധരാത്രിക്ക് ശേഷം ദൃശ്യമാകും. പ്രാദേശിക സമയം പുലർച്ചെയോടെയാണ് ഏറ്റവും മികച്ച കാഴ്ചാ സമയം. ഈ അത്ഭുതം കാണാനായി ടെലിസ്കോപ്പുകളുടെ ആവശ്യമില്ല. രുചിവൈവിധ്യങ്ങളുടെ ലോകം തുറന്ന മസ്കത്ത് ഈറ്റ് ഭക്ഷ്യമേളയുടെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും. സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ അരങ്ങേറുന്ന ഭക്ഷ്യമേള 14 വരെ തുടരുമെന്നും സംഘാടകരായ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. വൈകിട്ട് 5:30 ആരംഭിക്കുന്ന ഭക്ഷ്യമേളയും അനുബന്ധ പരിപാടികളും രാത്രി 11:45 വരെ തുടരും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന മേളയുടെ ആദ്യഘട്ടത്തിൽ നൂറുകണക്കിന് ഭക്ഷണപ്രിയരാണ് വേറിട്ട രുചിക്കൂട്ടുകൾ അടുത്തറിയാനെത്തിയത്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിനോദ പരിപാടികളും മേളയിൽ അരങ്ങേറും. കൂടാതെ വിവിധ പ്രാദേശികവും അന്തർദേശീയവുമായ പാചകരീതികൾ അവതരിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകരുടെ പങ്കാളിത്തവും മേളയിലുണ്ട്. സായുധ സേനാ ദിനത്തോടനുബന്ധിച്ച് സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മനാഹ് വിലായത്തിലെ ഹിസിൻ അൽ ഷുമൂഖിൽ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. ഈ മഹത്തായ ദിനത്തിൽ എല്ലാ സൈനിക രൂപീകരണങ്ങൾക്കും സായുധ സേനയുടെ യൂണിറ്റുകൾക്കും സുൽത്താന്റെ അഭിനന്ദനമായാണ് ചടങ്ങ് വരുന്നത്. കടമ നിർവഹിക്കുന്നതിലും ദേശീയ നേട്ടങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും മഹത്തായ സമർപ്പണത്തിനുള്ള അംഗീകാരം കൂടിയാണ് അത്താഴ വിരുന്ന്. സുൽത്താന്റെ ജ്ഞാനപൂർവകമായ നേതൃത്വത്തിൽ ഒമാൻ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സ്ഥിരതയുടെയും മരിപ്പച്ചയായി നിലകൊള്ളുന്നു. ചടങ്ങിൽ രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരും സുൽത്താന്റെ ആംഡ് ഫോഴ്സിന്റെ കമാൻഡർമാരും മുതിർന്ന സൈനിക സിവിൽ ഓഫീസർമാരും പങ്കെടുത്തു. അതിവേഗം വളരുന്ന ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ സാബ്രീസ് ഗ്രൂപ്പ് ഒമാനിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു. രാജ്യത്ത് പ്രീമിയം ഹെൽത്ത് കെയർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാബ്രി ഹാരിദിന്റെയും ഷാലി സാബ്രിയുടെയും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ സാബ്രീസ് ഹെൽത്ത് കെയർ, സാബ്രീസ് പോളി ക്ലിനിക്, സാബ്രീസ് വിസ മെഡിക്കൽ സർവീസസ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ഫാർമസി എന്നിവയാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ വിവിധ ഇടങ്ങളിലായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏകജാലക സംവിധാനമാക്കി ലോക കേരളം പോർട്ടലിനെ മാറ്റുമെന്ന് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അറ്റസ്റ്റേഷൻ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് VFS ഗ്ലോബൽ പ്രതിനിധികളുമായി തൈക്കാട് നോർക്ക സെന്ററിൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള സേവനം വേഗത്തിൽ പ്രവാസികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരസൗഹൃദ സമീപനമാണ് നോർക്ക റൂട്ട്സ് പുലർത്തുന്നതെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി പറഞ്ഞു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിൽ പ്രവർത്തനം മികച്ചതാണെന്ന് പൊതു അഭിപ്രായമുണ്ട്. പൗരസൗഹൃദ സമീപനമാണ് നോർക്ക റൂട്ട്സ് പുലർത്തുന്നതെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി പറഞ്ഞു.
അടിയന്തര സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിൽ പ്രവർത്തനം മികച്ചതാണെന്ന് പൊതു അഭിപ്രായമുണ്ട്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മികച്ച സേവനം പ്രവാസികൾക്ക് ലഭ്യമാക്കുന്നതിലൂടെ ആഗോളതലത്തിൽ നോർക്ക റൂട്ട്സിന്റെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പാസ്പോർട്ട് സർവീസ്, അറ്റസ്റ്റേഷൻ, വെരിഫിക്കേഷൻ, സിറ്റിസൺ സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്ന VFS ഗ്ലോബൽ പ്രതിനിധികൾ ഡിജിറ്റലിലെ സൈഷനുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വിവിധ സേവനങ്ങൾ അവതരിപ്പിച്ചു. VFS ഗ്ലോബൽ പാസ്പോർട്ട് സർവീസ് അറ്റസ്റ്റേഷൻ മേധാവി പ്രണവ് സിൻഹ, ഓപ്പറേഷൻസ് മേധാവി ഷമീം ജലീൽ, ലീഡ് അറ്റസ്റ്റ് മെഹക് സുഖരാമണി, നോർക്ക ജനറൽ മാനേജർ T രശ്മി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയ 10 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കടൽ വഴി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിച്ചവരെയാണ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. അനധികൃതമായി രാജ്യത്ത് എത്തിയവരെ വിവിധ എംബസികളുമായി സഹകരിച്ച് നാടുകടത്തും. അതിർത്തിയിലും കടൽത്തീര പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയതിനാൽ നുഴഞ്ഞുകയറ്റക്കാരിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. രാജ്യത്തിനകത്തും അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്താൻ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് തൊഴിൽ, താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.